നമ്മുടെ കേരളത്തിലും ഇലക്ഷൻ ആസന്നമായിരിക്കുകയാണ്. 2026 മെയ് മാസം കേരളത്തിൽ പുതിയ സർക്കാരായിരിക്കും അധികാരത്തിലേൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതോ ഇപ്പോഴത്തെ തന്നെ ഇടതുപക്ഷം തന്നെയായിരിക്കുമോ വീണ്ടും ഭരണം തുടങ്ങുന്നത്? നമുക്ക് നോക്കാം ആ ഒരു ഇലക്ഷന്റെ സ്ട്രാറ്റജി. അതിനെ നമുക്ക് 3 ദേശീയ പാർട്ടിയിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുക്കാം. ആദ്യം തന്നെ ഇപ്പോഴത്തെ കറന്റ് മുഖ്യമന്ത്രി നമ്മുടെ സ്ഥിരമായിട്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ തന്നെ നമുക്ക് ഇടതുപക്ഷത്ത് നിന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എടുക്കാം. പിന്നെ നേരെ നമുക്ക് ബി.ജെ.പിയിലോട്ട് പോകാം. ബി.ജെ.പിയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ഒരാൾ ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും. കാരണം കെ സുരേന്ദ്രൻ ഇത്ര നാൾ നിന്നിട്ടും ഇലക്ഷനുകളെല്ലാം പടപടാന്ന് പൊട്ടിക്കൊണ്ടേയിരുന്നുള്ളൂ. ഇനി അടുത്ത ആൾ പോകുന്ന ആരോട്ടാ? കോൺഗ്രസിലോട്ട് പോകാം. ഭയങ്കര പടലപ്പിണക്കങ്ങൾ ഇപ്പൊ അടിയൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിൽ നിന്നും ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള യോഗ്യതയുള്ളത് നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയായിരിക്കും. ഇനി നമുക്ക് നേരെ പിണറായി വിജയൻ. പിണറായി വിജയൻ നമ്മുടെ കേരളത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതായത് തുടർച്ചയായി 10 വർഷം കൊണ്ടാണ് അദ്ദേഹമാണ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന വേളയിൽ തന്നെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? മാറ്റങ്ങളെന്ന് പറയാൻ നേരത്ത് കേരളത്തിൽ മിക്ക സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും ജനജീവിതം സാധാരണഗതിയിൽ തന്നെ പോവുകയാണ്. ക്ഷേമ പെൻഷനുകൾ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ കാലത്ത് ആ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയെ ചത്തുപോകും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്കുകയും ക്ഷേമ പെൻഷൻ കൂട്ടുകയും ചെയ്തത്. പിന്നെ അങ്ങിങ്ങൊക്കെ കുറച്ച് ആരോപണങ്ങളും കുറച്ച് അഴിമതി ആരോപണങ്ങളും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ വികസനം കേരളത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ട്, പിന്നെ കൊച്ചി മെട്രോ, പിന്നെ തന്നെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അദ്ദേഹമാണ് പണിഞ്ഞു തീർത്തത്. പക്ഷേ കല്ലിട്ട ചാണ്ടി സാറാണെങ്കിൽ ചാണ്ടി സാറ് കല്ലിടാത്ത ഒരു പദ്ധതിയും കേരളത്തിലില്ല. കല്ലിട്ടിട്ട് ചാണ്ടി സാറ് പോകും, പിന്നെ ബാക്കി വരുന്ന ആൾക്കാർ പണിയും. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ചാണ്ടി സാറിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് എന്തായാലും പിണറായി വിജയൻ തന്നെയായിരിക്കും മെയിനായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇനി ബി.ജെ.പിയിലോട്ട് പോകും. ബി.ജെ.പിയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ യോഗ്യതയുള്ള രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടൊരു ബി.പി.എൽ കമ്പനി ഓർമ്മയുണ്ടോ? നമ്മളെ വീട്ടിലൊക്കെ പണ്ടുണ്ടായ ബി.പി.എൽ. ആ ബി.പി.എൽ കമ്പനി പുള്ളിക്കാരൻ്റെ അമ്മായച്ഛൻ്റെ ആയിരുന്നു. പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞ് ബി.പി.എൽ കമ്പനി ഏറ്റെടുത്തോടെ കമ്പനി പൊട്ടി. ആ, എന്നിരുന്നാലും നമുക്ക് ബി.ജെ.പിയിലോട്ട് പോയി രാജീവ് അണ്ണൻ, അതായത് നമ്മളെ ചന്ദ്രനടി അണ്ണൻ അധികാരത്തിൽ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ഷനിൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന മണ്ഡലം എന്ന് പറയുന്നത്, അതായത് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് മത്സരിക്കാൻ അത് തിരുവനന്തപുരം തന്നെയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ബി.ജെ.പി വോട്ടുകളുള്ള മണ്ഡലം, ഏറ്റവും കൂടുതൽ ഹിന്ദുത്വ വോട്ടുകളുള്ള മണ്ഡലം, അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം, ഏറ്റവും കൂടുതൽ സവർണ വോട്ടുകളുള്ള മണ്ഡലം. അവിടെ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ഞാൻ പറയുകയാണ്, അദ്ദേഹം ഇത്രയ്ക്കും തള്ളിമറിക്കാൻ നേരത്ത് താങ്കൾക്ക് വല്ല മലപ്പുറത്തോ അല്ലെങ്കിൽ തിരൂരോ അല്ലെങ്കിൽ പൊന്നാനിയിലോ ഒക്കെ പോയെന്ന് മത്സരിച്ച് നോക്കിക്കൂടെ? ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന്. സാധ്യമല്ലല്ലേ, പറ്റത്തില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. താങ്കൾ എവിടെയെങ്കിലും നിന്ന് മത്സരിച്ചോ, എവിടെയെങ്കിലും നിന്ന് ജയിച്ചോ, മുഖ്യമന്ത്രി വല്ലതും ആയി കഴിഞ്ഞ അല്ല, 30 സീറ്റെങ്കിലും നേടിയ നിങ്ങൾ അധികാരം പിടിക്കുമെന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ നേടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വികസനം ചെയ്തേക്കണം, അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് നേരെ പോവാം. വി.ഡി. സതീശൻ, കോൺഗ്രസ്. കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പം പടലപ്പിണക്കമാണ്. അതായത് കത്തോലിക്ക സഭയ്ക്കായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സാധ്യത എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ KPCC അധ്യക്ഷനെ വരെ മാറ്റി. അതായത് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വി.ഡി. സതീശനും സുധാകരനുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അടി അടക്കുന്നുണ്ട്. KPCC മുൻ അധ്യക്ഷൻ, കണ്ണൂരിന്റെ പഴയ സിംഹം, അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഞാനായിരിക്കും ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ എന്തുകൊണ്ടോ ചവിട്ടി അങ്ങ് ഒതുക്കി. ചവിട്ടി ഒതുക്കിയെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഞാൻ തേച്ച് കളഞ്ഞു. കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹത്തിന് ഇപ്പോൾ നിങ്ങൾ വെറും പല്ലു കഴിഞ്ഞ സിംഹമാക്കി കളഞ്ഞു. എന്നിരുന്നാലും കേരളത്തിൽ അങ്ങേർക്ക് മുഖ്യമന്ത്രിയാവാൻ ഒരു യോഗ്യത ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടത് ഒഴിവാക്കി? പിന്നെ കോൺഗ്രസ് അധികാരത്തിലെത്താൻ പറയാനുള്ളത്, ഇപ്പോഴത്തെ സർക്കാർ കൊടുക്കുന്ന കണക്കിന് ക്ഷേമ പെൻഷൻ നിങ്ങൾ ദയവേത് കൊടുക്കണം. കൈയിട്ട് വാരരുത്. കൈയിട്ട് വാരി ഒറ്റയടിക്ക് വീട്ടിൽ കൊണ്ടേ തിന്നരുത്. പതുക്കനെ പതുക്കനെ എടുത്താൽ മതി. ക്ഷേമ പെൻഷനെങ്കിലും കൊടുക്കണം ആൾക്കാർക്ക്. കാരണം പാവത്തുങ്ങൾക്ക് അത് വേണം. പിന്നെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കണം എല്ലാവർക്കും. കൊടുക്കാതെ ഇരിക്കരുത്. പിന്നെ കൂടുതൽ സമരങ്ങൾ ഉണ്ടാക്കരുത്, അതായത് കൂടുതൽ പ്രശ്നങ്ങൾ. വിഴിഞ്ഞം പോർട്ടൊക്കെ ഇപ്പം നല്ലപോലെ നടന്നു പോവുകയാണ്. അവിടുത്തെ ആൾക്കാരെയൊക്കെ മാറ്റിമറിച്ചൊന്നും ചെയ്യരുത്. നിങ്ങളുടെ അനുകൂലപ്പെട്ട നേതാക്കളെ കൊണ്ടൊന്നും അവിടെ എങ്ങും ഇരുത്തരുത്. അതേ പറയാനുള്ളൂ. എന്തായാലും ആരധികാരത്തിൽ വന്നാലും നമ്മളിവിടെ മൂച്ചത്തെറ്റ് തന്നെ ഇരിക്കും. ഗുഡ് ബൈ.